ഹായ് ഡിയേഴ്സ്. അപ്പോൾ അവനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി വിട്ടതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് വന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിൽ കയറി കേട്ടോ. അവന് ഉച്ചത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് സമയം ഉറങ്ങിയിട്ടൊക്കെ എണീറ്റിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ വിചാരിക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ കരുതും കേട്ടോ. അങ്ങനെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം സവാളയും കാര്യങ്ങളൊക്കെ നേരെയാക്കിയിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അരിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ 2 ചിക്കൻ ലെഗ് പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എയർ ഫ്രയറിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കുക കേട്ടോ. ഫ്രീസറിൽ വെക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഉണ്ടാക്കണില്ല, ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മാനേജ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ നേരെ കറി ഒക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് എന്താ പറയുക പാത്രത്തിൽ വെച്ച് ഗ്യാസൊക്കെ ഓൺ ചെയ്ത് കറി ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ഞാൻ ഒരു നെയ്യപ്പുറത്ത് കഴിച്ചു കേട്ടോ. അത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെയ്യിൽ ഞാൻ കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് അവന് കുറച്ച് ചിക്കൻ പുരട്ടി ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇത് മത്തങ്ങ മോരൊഴിച്ച് വെച്ച കറിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഉച്ചത്തേക്ക് സ്പെഷ്യൽ എന്ന് പറയണത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലായിടവും ക്ലീൻ ചെയ്ത് പിന്നെ അലക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും സമയമാവും കേട്ടോ. പിന്നെ 1 മണി വരെയാണ് അവർക്ക് ക്ലാസ് ഉള്ളത്. പക്ഷേ നമ്മളിവിടെ നിന്ന് ഒരു 12:45 ആകുമ്പോൾ ഇറങ്ങും. KG സ്റ്റുഡൻസ് ആയതുകൊണ്ട് 12:30 ആകുമ്പോഴത്തേൻ്റെ പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അവനത് എന്താ പറയുക സങ്കടമാവേണ്ട, എല്ലാ പേരൻസും കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് നമുക്കിവിടെ അടുത്താണ്. ഇതേ വണ്ടി കയറിയപ്പോൾ അലറി പൊളിച്ച് കറിയാണ്. വേറെ ഒന്നുമില്ല, നെസ്റ്റോ പോകണം എന്നുള്ളൊരു വർത്താനമാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ പോയപ്പോൾ തന്നെ നെസ്റ്റോയ്ക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനാണ് സ്കൂളിൽ പോയത്. തിരിച്ചു വന്നപ്പോൾ അതേ കരഞ്ഞു പൊളിക്കണം വണ്ടിയിൽ നിന്ന്. അങ്ങനെ എന്തായാലും പിന്നെ ഈ കാര്യത്തിൽ നെക്സ്റ്റ് പോണതിന് മാത്രമല്ല കേട്ടോ, അവൻ കൊണ്ടുപോയി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്താ കഴിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേനും അതിനും കൂടി ഉള്ളൊരു കരച്ചിലാണ് കേട്ടോ. പിന്നെ എന്തായാലും നെക്സ്റ്റോ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ നെക്സ്റ്റോയിലൊക്കെ പോയി അവിടെ നിന്ന് അവൻ്റെ ഒരു ഫേവറേറ്റ് മിഠായി ഉണ്ട്, അതും എടുത്തിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ ഇവിടെ ചൂട് തുടങ്ങിയത് കാരണം കൊണ്ട് പൊടിക്കാറ്റുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം പിന്നെ റൂമിൽ കയറി ഫുഡും കാര്യങ്ങളൊക്കെ അവന് കൊടുത്തിട്ട് അവനെ ഉറക്കും കേട്ടോ. കാരണം എന്താ പറയുക ഉച്ചയ്ക്ക് എന്തായാലും ഉറങ്ങും നേരത്തെ എണീക്കണതുകൊണ്ട്. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.